റീസെൻ്റ്ലി നമ്മുടെ ആക്ട്രസ് സാമന്ത കല്യാണം കഴിച്ചു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കല്യാണമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിക്കാരുടെ കയ്യിലിട്ടിരിക്കുന്ന മെഹന്തി ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വലിയ പ്രശ്നമൊന്നും ആവില്ല, കാരണം ഞാനല്ലേ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സിങ്കിൻ്റെ മൈലാഞ്ചി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണം ചെയ്തു തുടങ്ങിയത്. അപ്പോൾ സാമന്തയുടെ കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് മൈലാഞ്ചി മേടിച്ച് വെച്ചതാ. ഇനിയിപ്പോൾ അവരുടെ ആനിവേഴ്സറി ആകാറായി. ഒരു അടപ്പെടുത്ത് ഒരു റൗണ്ട് ആക്കാൻ ഒരു ശ്രമം, പക്ഷേ എവിടെയൊക്കെ ഒരു ഷേപ്പില്ലായ്മ. അങ്ങനെ എനിക്ക് വട്ടുപിടിച്ച് അത് ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇനി അടുത്ത ശ്രമം, ഒന്നെങ്കിൽ വരയ്ക്കുന്നതിന്റെ കുഴപ്പം, അല്ലെങ്കിൽ ആ അടപ്പിന്റെ കുഴപ്പം. എന്തോ എവിടെയോ ഒരു തകരാറുണ്ട്. അങ്ങനെ സർക്കിൾ എന്ന് തോന്നിക്കുന്ന ഒരു റൗണ്ട് ഞാൻ വരച്ചു. ഇനി ഇതിന്റെ അകത്ത് എഗൈൻ ഒരു സർക്കിൾ എന്ന് തോന്നിക്കുന്ന ഒരു വട്ടം വരച്ചു. ഞാൻ വട്ടം കറങ്ങി എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ചുറ്റും അത്തപ്പൂക്കളം ആവാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വരയ്ക്കാൻ അറിയാം, എന്നാൽ എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അത്ര ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല. ഇതിനെന്താ വലത്തോട്ടൊരു വലിവ്. അപ്പൊ 4 മൂലയ്ക്കും ദേ ഈ ഒരു പരിപാടിയുണ്ട്. പണി അറിയാവുന്നതിന് എളുപ്പോ, പണി അറിയാത്തവന് ദേ ഇതുപോലെ ഇരിക്കും. ദാവും 4 വരച്ചു, നാലും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാണ്ടിരിക്കണം. അതാണ് എന്റെ കഴിവ്. ഇനിയിപ്പോ സ്ഥിരം ആർട്ടിസ്റ്റുകളുടെ കലാവിരുതിൽ വിരിയുന്ന ഇതുപോലത്തെ സാധനം ഉണ്ടല്ലോ, ഞാൻ വരച്ചു വരുമ്പോ മാവിലെ പോലെ ആവും. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നടുക്കത്തെ ഈ ഒരു സ്പേസ് നമുക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്യണം. ഒന്നാമതെ ചളങ്ങി വട്ടം കറങ്ങി നിൽക്കുന്ന ഒരു സർക്കിൾ, അത് പോരാഞ്ഞിട്ട് ഞാൻ എന്റെ ഫുൾ പ്രഷർ കൊടുത്തിട്ടും പുറത്തേക്ക് വരാൻ യാതൊരുവിധ ഭാവവും ഇല്ലാത്തൊരു മൈലാഞ്ചി. അവസാനം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. അപ്പൊ ഇതുപോലെ നമ്മുടെ ക്രിസ്മസിന് ഇടുന്ന മാലബൾബില്ലേ, അപ്പൊ അതുപോലെ ചുറ്റും അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുറംപടി കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് വിരലിലെ ചിത്രപ്പണിയാണ്. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇടുന്നവരെ നമിക്കുന്നു. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നോട്ട്ബുക്കിൽ ഒരു വര വരച്ചാൽ വളഞ്ഞു പോകുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വരച്ച വരകളൊന്നും തെക്കോട്ടും വടക്കോട്ടും അല്ലാതെ നേരെ ഒരെണ്ണം പോലും പോയിട്ടില്ല. അങ്ങനെ നമുക്ക് ഈ റെയിൽവേ പാളം കൂടെ വരച്ചു കഴിയുമ്പോൾ സംഭവം ഇതൊരു ഡിസൈനാണേ. ഞാൻ വരച്ചു വരുമ്പോഴത്തേക്കും റെയിൽവേ പാളമാവും. അങ്ങനെ അതും വരച്ചു കഴിഞ്ഞ് ഈ 3 മാവിലയും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി അങ്ങോട്ട് നിർത്താം. ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് അറിയണമല്ലേ, അപ്പൊ ഒന്ന് ഡ്രൈ ആക്കി നോക്കണം. ഞാൻ കുറച്ച് റീലും തോണ്ടിയിരുന്നിട്ട് ഈ ഒരു മൈലാഞ്ചി ഉണക്കാൻ പോയി. അപ്പോൾ ഓൾമോസ്റ്റ് ഉണങ്ങി എൻ്റെ കൈ വലിയാൻ തുടങ്ങിയപ്പോൾ ഇനി നമുക്കവിടെ കഴുകിക്കളയാം. അതിന്റെ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ഞാൻ നടുക്കൊരു ഡിസൈൻ ട്രൈ ചെയ്തേ. ഈ ഡിസൈൻ വേറെ ആരുടെയല്ല, എൻ്റെ സ്വന്തം ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ അതിന് കൊറോണ വൈറസ് ആയിട്ടൊരു സാമ്യം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒന്ന് റീപ്ലൈ അടിച്ച് നോക്കൂ. അപ്പം ഇതാണ് സാമന്തയായിട്ട് യാതൊരു സാമ്യമില്ലാത്ത എൻ്റെ മെഹന്തി ഡിസൈൻ. എങ്ങനെയുണ്ടെന്ന് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.